നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ EOD അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഇത് വന്നായിരുന്നു. നമ്മുടെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഇത് പ്രകാരം നമ്മുടെ അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നത്തെ ഡേറ്റ പ്രകാരം ഇൻഫ്ലേഷൻ ഏകദേശം പറയുകയാണെങ്കിൽ 3.3 ആയിരുന്നു മുമ്പ് പ്രീവിയസ് ഉണ്ടായിരുന്നത്. എക്സ്പെക്റ്റ് ചെയ്തത് 3.1 ആയിരുന്നു, പകരം 3 വന്ന് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലേഷനാണ്. അമേരിക്കൻ ഇൻഫ്ലേഷൻ ഇപ്പോൾ കൺട്രോൾഡ് രീതിയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. മിക്കവാറും സെപ്റ്റംബറിനകത്തൊക്കെ തന്നെ റേറ്റ് കട്ട് വന്ന് തുടങ്ങുമെന്നാണ് പ്രതീക്ഷ വരുന്നത്. അതുകൂടാതെ അമേരിക്കയുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു. കോർ CPI, അതായത് കോർ CPI മന്ത് ഓൺ മന്തിൻ്റെ ജൂണിൻ്റെത് അത് കുറഞ്ഞു. അത് കൂടാതെ എന്തുവാണ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് വളരെയധികം കുറഞ്ഞു. കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിംസ് കുറഞ്ഞു. അപ്പം അമേരിക്കയുടെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകളാണ് മാർക്കറ്റിൽ എക്കണോമി ബന്ധപ്പെട്ട രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് അമേരിക്കൻ മാർക്കറ്റിൽ നല്ല രീതിയിൽ പോസിറ്റീവായി വരുന്നുണ്ട്. ഇന്ന് ഗോൾഡ് നല്ല വൃത്തിയായി കയറിയിട്ടുണ്ട്, സ്വർണ്ണം വില കൂടും. പക്ഷേ S&P കയറിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കുറച്ച് കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഡൗ ജോൺസ് അപ്പാണ്. അതുകൂടാതെ നാസ്ഡാക്കും മൈനസ്. നാസ്ഡാക്കിൽ IT സ്റ്റോക്സിനെ കുറച്ച് വീക്കായ കാരണം നാസ്ഡാക്ക് മൈനസാണ്. നമ്മുടെ മാർക്കറ്റ് ഏകദേശം പറയുകയാണെങ്കിൽ ഇന്ന് 520 വരെ ആശാൻ പോയതിന് ശേഷം ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് 450 ലെവലാണ്. അപ്പോൾ നാളെ പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റ് ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നാളെ മോർണിംഗിൽ ഗ്യാപ്പ് ഓപ്പണിംഗ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൂടാതെ നാളെ വൈകിട്ട് 5:30 മണിക്ക് നമ്മുടെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വരാൻ പോകുന്നുണ്ട്. നാളെ വൈകിട്ട് 5:30 മണിയാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻഫ്ലേഷനായ നമ്മുടെ ഒന്ന് രണ്ട് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ് വരുന്നുണ്ട് നാളത്തേക്ക് വൈകിട്ട്. പിന്നെ നമ്മുടെ വരുന്ന കാര്യങ്ങൾ പ്രൊഡക്ഷൻസും നാളെ വൈകിട്ട് 5:30 മണിയൊക്കെ ആകുമ്പം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻസ് വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നു, മാനുഫാക്ചറിങ് ഔട്ട്പുട്ട്, പിന്നെ ക്യുമുലേറ്റീവ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഡെപ്പോസിറ്റ് ഗ്രോത്ത്, ബാങ്ക് ലോൺ ഗ്രോത്ത്, അങ്ങനെ FX റിസർവ്, USD റിസർവുകളിലൊക്കെ വെച്ച് എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു പോസിറ്റീവായുള്ള ന്യൂസ് നാളെ കുറേ വരാറുണ്ട് വൈകിട്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അതിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് നാളെ ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് പ്രതീക്ഷയുണ്ട്. നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നോർമൽ വേരിയേഷൻ ഡൗൺ ആയിരുന്നു ഉച്ചവരെ. എന്നിട്ട് വൈകിട്ട് ഒറ്റ അടിക്ക് തിരിച്ച് കയറി ഷോർട്ട് കവറിൽ നിന്ന് തിരിച്ച് റിവേഴ്സ് വന്നു, ഷോർട്ട് കവറിൽ നടന്ന് ന്യൂട്രൽ ഡേ ആയിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ക്ലോസിംഗ് പ്രൈസ് പോലെ ഇത് ന്യൂട്രൽ സ്ട്രക്ചറാണ്. ന്യൂട്രൽ സ്ട്രക്ചർ വിത്ത് POC കിടക്കുന്നത് 24,322 ഭാഗത്താണ് ഇപ്പോഴും POC കിടക്കുന്നത്. സോ ഇന്നലത്തെ ഈ ലോവർ ലെവലിൻ്റെ ഫ്രെയിമിൻ്റെ ഭാഗത്ത് കുറച്ച് ഓളിയും ഇന്ന് ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിച്ചു. ഇന്നലത്തെ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേയുടെ ആ ഏരിയയുടെ അതായത് 387 ഭാഗത്ത് തന്നെയാണ് മെജോറിറ്റി ഓഫ് സമയത്ത് നിഫ്റ്റി തന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് 45 മിനിറ്റ്സിൽ നല്ലൊരു റിവേഴ്സൽ വന്നതുകൊണ്ട് നിഫ്റ്റിയിൽ കുറേ ഷോർട്ട് കവറിങ് നടന്ന് തിരിച്ച് ന്യൂട്രൽ ഡേ ആണ് നിഫ്റ്റി ക്ലോസ് ചെയ്യിക്കുന്നത്. ഇന്നത്തെ VWAPിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ്. 24,332 VWAP. POC 322 ഭാഗമാണ്. നമുക്ക് 322 എന്ന് പറഞ്ഞ ആ ഒരു ലെവൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് ഇന്നലത്തെ സെല്ലിംഗ് ഏരിയ ആയ 24,431 മുകളിൽ മാത്രമേ ഇനി ഫ്രഷ് ഡിമാൻഡ് ഉള്ളൂ. 431 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 431 മുകളിൽ 24,490, 490 മുകളിൽ 24,567, 567 മുകളിൽ 620, 624, 624 മുകളിൽ 24,710 നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ട് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് വന്നാൽ ഇന്നത്തെ POC ആണ്. 24,323 ആയിരിക്കും POC. അപ്പോൾ അടുത്തടുത്തായാണ് 323 ആ റേഞ്ചാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 24,323 പൊട്ടുകയാണെങ്കിൽ 24,292 ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. 292 താഴെ അടുത്ത വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 24,240, 240 താഴെ അടുത്ത വരുന്നത് 24,195ആണ്. 195 താഴെ 24,150 എന്ന സപ്പോർട്ടും എടുക്കും. നമ്മുടെ ഇപ്പോഴത്തെ അമേരിക്കൻ ഇൻഫ്ലേഷൻ പ്രകാരം നാളെ ഗ്യാപ്പ് അപ്പ് വരുവാണെങ്കിൽ ആ സസ്റ്റെയിൻ നോക്കണം. പക്ഷേ നാളെ വൈകിട്ട് മാർക്കറ്റിൽ വരുന്ന ഇൻഫ്ലേഷൻ ഡേറ്റയൊക്കെ ആയിരിക്കും തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് തരാൻ പോകുന്നത്. നമ്മുടെ TCS റിസൾട്ട് നാളെ നമ്മുടെ മാർക്കറ്റിൽ ബാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് വരുന്നില്ല. ആ സ്ട്രെങ്ത്
മിക്കവാറും വരാൻ പോകുന്നത് അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിലായിരിക്കും ആ സ്ട്രെങ്ത് വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ന്യൂട്രൽ ഡേയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ക്ലിയർലി പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കി തന്നെ അറിയാം, ഒരു ക്ലസ്റ്റേഡ് ആയിട്ടുള്ള ഏരിയ, അത് 24,500-നും 24,200-നും ഇടയ്ക്കുള്ള ഒരു 300 പോയിന്റ് കിടന്ന് നിഫ്റ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റേഞ്ച് 500 പൊട്ടുകയാണെങ്കിൽ 800 പോകാനും 24,200 പൊട്ടുകയാണെങ്കിൽ 23,900 വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. ഒരു റേഞ്ച് എക്സ്പാൻഷൻ വരുന്ന സമയത്ത് ഇതൊരു ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ ലെവൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലെവൽ നോക്കി ന്യൂട്രൽ ആയിട്ട് നമുക്ക് എല്ലാം സംഭവിച്ചു. ഇന്നത്തെ POC ആണ് നമുക്ക് നോക്കേണ്ടത്. എന്താണ് ഇന്നത്തെ POC ഇന്ന് 24,322 ഞാൻ അതിനൊന്ന് മാറ്റാം, 24,322. ഓക്കെ, നമ്മളെ ക്ലോസിങ് വന്നിരിക്കുന്നത് 402. അപ്പോൾ നമ്മളെ സമയം 430 ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 24,432 ഫസ്റ്റ് റെസിസ്റ്റൻസ്. അതിന് മുകളിൽ അടുത്തത് 496, 24,496. അതിന് മുകളിൽ 567, 24,567 എന്ന് പറയും. എത്രയാണ്? 24,567. അതിന് മുകളിൽ 24 എത്രയാണ്? 624 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മളെ സംബന്ധിച്ചൊരു റെസിസ്റ്റൻസ് വരും, 24,624 എന്ന ലെവലിലും വരും. ഇനി താഴോട്ട് സപ്പോർട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് സപ്പോർട്ട് ഞാൻ പറഞ്ഞ പോലെ 24,322 സപ്പോർട്ടാണ്. അതിന് താഴെ 24,292. അതിനും താഴെ 24,240. അതിന് താഴെ 24,195, 24,150 സപ്പോർട്ട് കളിക്കാൻ ഉള്ളൂ. ഇത് നിങ്ങൾ നോക്കുന്നതിനാലും കുറേ ദിവസം ഈ റേഞ്ചിൽ തന്നെ കിടന്ന് കളിക്കുന്നതുകൊണ്ട് 24,500 പൊട്ടുകയോ 24,200 പൊട്ടുകയോ ചെയ്താൽ മാത്രമേ ഒരു വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഇല്ല എങ്കിൽ മാർക്കറ്റ് റേഞ്ചിൽ തന്നെ കളിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടി ആശാൻ 52,330 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ അവൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു റേഞ്ച് ബാലൻസ് കിടക്കുന്നത് കൊണ്ട് ഞാനത് വ്യക്തമായിട്ട് നമ്മൾ പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയെ പോലെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നോർമൽ ഡേ ആയിരുന്നത്, ലാസ്റ്റ് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നത്, അത് ഇറ്റ് ബിക്കെയിം എന്താണ് ന്യൂട്രൽ ഡേ ആയിട്ട് ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് മിനിറ്റിൽ തിരിച്ച് ഒറ്റയടിക്ക് ഷോർട്ട് കവറിങ് വന്നു തിരിച്ച് കയറുകയും ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് 52,60 ഭാഗത്തും BWAP നിൽക്കുന്നത് 52,172 ഭാഗത്തും. ഇനി നമ്മളെ സംബന്ധിച്ച് 52,320 സപ്പോർട്ടാണ്. അതിന് താഴെ 52,178 വരും. അതിന് താഴെ 52,060. അതിന് താഴെ 51,910. അതിന് താഴെ 51,755 സപ്പോർട്ടീവായിട്ട് എടുക്കാൻ പറ്റും. അതിന് താഴെ 51,615. ഇനി മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ 52,450, 52,489 റെസിസ്റ്റൻസാണ്. അതിന് 89 മുകളിൽ 52,629. അതിന് മുകളിൽ 52,680. 680 മുകളിൽ 82,804. 804 മുകളിൽ 52,907. ആ 50,907 മുകളിൽ 53,100 97 ഒരു റെസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുന്നത് ലാർജ് റേഞ്ചിൻ്റെ അകത്തേക്ക്, ഈ ബാലൻസ് ഏരിയയുടെ അകത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ POCക്കും മുകളിൽ നിൽക്കുകയാണെങ്കിൽ BWAPിൽ വാല്യൂ ഏരിയ ഹൈയിലേക്കും പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അറിയാലോ 80% ഉള്ളെന്ന് പറഞ്ഞ ട്രെയിൻ സിസ്റ്റം വർക്കാകുന്ന ബാലൻസ് ഏരിയയിലേക്കകത്താണ്. അത് വർക്കാകുമ്പോൾ വൺസ് മാർക്കറ്റ് വാല്യൂ ഏരിയ ലോയിൽ താഴെ നിന്ന് മുകളിൽ കയറി ലോ കട്ട് ചെയ്യുമ്പം POC വാല്യൂ ഏരിയ ഹൈയിലേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് ഇറങ്ങുന്ന മാർക്കറ്റ് ആണെങ്കിൽ വാല്യൂ ഏരിയ ഹൈ ടു POCയിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പം മാർക്കറ്റ് ബാലൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതോട് ഒരു കാര്യം നിങ്ങൾ ഓർത്തേക്കുക, HDFC ബാങ്ക് റിസൾട്ടിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ആ ലെവൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ ബാങ്ക് നിഫ്റ്റി കുറേ ലെവൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെല്ലാം മാറ്റി വയ്ക്കുകയാണ്. 52 ഇന്നത്തെ POC ആണ് 52,060. 52,060 നമ്മളെ POC ആണ്. ഓക്കെ, അത് നമ്മൾ വച്ചു. ആ POC നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. POC മുകളിലോട്ട് മെർജ് ചെയ്തില്ല, അതിനർത്ഥം ഡിമാൻഡ് താഴെയാണ്. VWAP 52,179 ആണ് VWAP. അപ്പോൾ ഈ ന്യൂട്രൽ ഡേ ആയതുകൊണ്ട് VWAPന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ VWAP വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 52,330. 52,330 നമ്മളെ സംബന്ധിച്ചൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൻ്റെ കളർ ഞാൻ വരച്ചേക്കാണ്. അത് നമ്മുടെ വാല്യൂ ഒരു ലോയാണ്. ഇപ്പോൾ ഇനി അടുത്തത് 52,489 റെസിസ്റ്റൻസ് ആണ്. അത് വരയ്ക്കാം. അതിന് മുകളിൽ 52,681. 52,681. അതിന് മുകളിൽ 52,804.
അതിന് മുകളിൽ 52,910, 52,910, അതിന് മുകളിൽ 53,097, 53,097 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഉണ്ട്, വർക്ക് ചെയ്യും. ഇനി താഴോട്ട് സപ്പോർട്ടാണെങ്കിൽ ഫസ്റ്റ് അത് കഴിഞ്ഞു 51, സെക്കൻഡ് 51,910, അത് നമ്മളെ അടുത്ത സപ്പോർട്ടാണ്. അതിന് താഴെ 51,800, അതിന് താഴെ 51,755, അതിന് താഴെ 51,615, 51,615. ഇപ്പോൾ ഇതായിരിക്കും നാളത്തേക്കല്ല, ഈ ഒരു റേഞ്ച് കീപ്പ് ചെയ്യുന്നവരെ ഇതായിരിക്കും നമ്മളൊരു മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി വീഡിയോ കാണുക, ലെവൽ മാർക്ക് ചെയ്ത് ആ ലെവൽ വെച്ച് ട്രേഡ് ചെയ്യുക. അടുത്ത വരാമൂന്നൊരു വീഡിയോ ഈ സാറ്റർഡേയിൽ നമുക്ക് ലെവൽ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യണമെന്ന്, ഈ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽ വെച്ച് ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ തരുന്നതാണ്. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് നൽകി ഞങ്ങൾക്ക് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനുള്ള ഒരു അവസരം നൽകുക. ഇവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ശുഭരാത്രി ആൻഡ് ടേക്ക് കെയർ.